ഹിന്ദു സഹോദരങ്ങളെ, നിങ്ങളെ ശരിക്കും ആരാണ് ചതിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹിന്ദു സംരക്ഷകർ എന്ന് പറഞ്ഞു നടക്കുന്ന സംഘപരിവാറാണ് ശരിക്കും ഹിന്ദു വിശ്വാസികളെ ചതിക്കുന്നത്. ഈ മതവിശ്വാസത്തിന്റെ പേരിൽ പിരിക്കുന്ന പണമൊക്കെ ഇവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ തന്നെ നോക്കൂ. ഭക്തർ കാണിക്കായി നൽകിയ പണം മുതൽ ശ്രീരാമന് കൊടുത്ത ആഭരണങ്ങളും വെള്ളിക്കട്ടകളും വരെ ഇവന്മാർ അടിച്ചോണ്ടുപോയി. ക്ഷേത്രം നടത്തുന്നത് രാമജന്മഭൂമി ട്രസ്റ്റ് ആണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അയോധ്യയിലെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികൾ RSSുമായും വിശ്വ ഹിന്ദു പരിഷത്തുമായും ബന്ധമുള്ളവരാണ്. ഈ സംഘടനയിലെ പ്രവർത്തകരാണ് ക്ഷേത്ര സംരക്ഷണം, ഹിന്ദു സംരക്ഷണം എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാം വീട്ടിൽ വന്ന് പൈസ ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ കൊടുക്കുന്ന പണം ഇവന്മാര് ആ ആവശ്യത്തിന് തന്നെയാണോ ഉപയോഗിക്കുന്നത്? അത് എവിടേക്കാണ് പോകുന്നത്? ആരെങ്കിലും അതിന്റെ കണക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ആ കണക്ക് ചോദിക്കണം. കാരണം നിങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ച് ആരെങ്കിലും ലാഭം കൊയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അയോധ്യയ്ക്ക് പിന്നാലെ മധുരയിലെ കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ നിവേദ്യവും പൂജകളും മറയാക്കി വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി അവിടുത്തെ പൂജാരി തന്നെയാണ് പുറത്തു പറഞ്ഞത്. ഈ അതിരില്ലാത്ത സംഘപരിവാറിന്റെ അമ്പലക്കൊള്ളയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രശസ്തമായ ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്രത്തിൽ നടന്നത്. അയോധ്യയിലും മധുരയിലും നടന്ന പോലെ വഴിപാടും സംഭാവന വഴി ലഭിച്ച പണത്തിന്റെ ഏറിയ പങ്കും സംഘപരിവാർ അടിച്ചുകൊണ്ടുപോയി. ഓരോ ദിവസവും ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. രാമനെയും കൃഷ്ണനെയും ശിവനെയും വിഷ്ണുവിനെയും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകങ്ങളായി കാണുന്ന സാധാരണ വിശ്വാസിയുടെ വികാരത്തെ രാഷ്ട്രീയത്തിനും സാമ്പത്തിക നേട്ടത്തിനും സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ടോ? ഈ ചോദ്യം ഓരോ ഹിന്ദുവും സ്വയം ചോദിക്കേണ്ട സമയമാണിത്. കാരണം നിങ്ങളുടെ വിശ്വാസം അത് വിശുദ്ധമാണ്. അതിനെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്.